വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ന്യൂസ് 18 പുറത്തുവിടുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭവങ്ങളുടെ നിർണായക ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പേ ലോൺ ആപ്പിൽ നിന്നും നിരന്തരമായി ഭീഷണി സന്ദേശങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപിക ലത പ്രിൻസിപ്പാളിന് പരാതി നൽകുകയും ആ സമയം തന്നെ ടീച്ചർക്ക് വീണ്ടും കോൾ വരികയും ചെയ്യുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. തൊട്ടടുത്ത ദൃശ്യം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ രാജ് പ്രിൻസിപ്പലിന് വിവരിച്ച് നൽകുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് അടുത്തത്. ടീച്ചറുടെ നമ്പർ റെഫറൻസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ലോൺ ആപ്പുകാർ അതിന് വഴങ്ങാത്തതാണ് മൂന്നാമത്തെ ദൃശ്യം. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. KV ബൈജു നൽകുന്ന ദൃശ്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഫസ്റ്റ് വൺ നൽകുമ്പോൾ തന്നെ അതിൽ ആ നിതിൻ രാജ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനം, ഇത്തരമൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷനിലല്ലേ കോളേജ് പ്രിൻസിപ്പലും കോളേജ് മാനേജ്മെന്റും പോകേണ്ടത്, അല്ലാതെ അവിടെ ആ കുട്ടിയെ പിടിച്ചു നിർത്തി വിസ്തരിക്കുകയാണോ വേണ്ടത്? ആ ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എൽദോ, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കേസിൽ അത്രയും പ്രധാനപ്പെട്ട നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദൃശ്യങ്ങൾ, 3 വീഡിയോ ക്ലിപ്പുകളാണ്. അത് നല്ല ദൈർഘ്യമുള്ളതാണ്. അതിലെല്ലാം, അതായത് നിതിൻ മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളാണ് ഇതെല്ലാം. ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ അതിൽ ശബ്ദത്തിലും ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും അത്രയും നിർണായകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 ദിവസമായി നിതിൻ രാജുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും പുറത്തു വരുമ്പോഴും അതിലെല്ലാം അപ്പുറം ഏറ്റവും നിർണായകമായ ദൃശ്യമാണ്. ഇതിൽ ഒന്നാമത്തെ ദൃശ്യം, ഈ ടീച്ചർ ലതാ ശശിധരൻ എന്ന് പറയുന്ന ടീച്ചർ ഈ ഇൻസ്റ്റാ പേ ആപ്പിൽ നിതിൻ ഇത്തരത്തിൽ നമ്പർ കൊടുത്തതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഭീഷണിയും കോളും വരുന്നതിനെ തുടർന്ന് പ്രിൻസിപ്പാളിന് പരാതി നൽകുന്നതാണ്. രണ്ടാമത് നിതിനെ വിളിച്ചു വരുന്നു, നിതിൻ അവിടെ നിന്നും കാര്യങ്ങൾ വിവരിക്കുന്നു. അതാണ് രണ്ടാമത്തെ വീഡിയോ. അപ്പോഴും ഇൻസ്റ്റാ പേ കമ്പനി ആപ്പുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരുമായി സംസാരിക്കുമ്പോൾ അപ്പോഴും ഭീഷണി നമുക്ക് മുടക്കുന്ന ആ ദൃശ്യങ്ങളിൽ കാണാം. മൂന്നാമത്തെ ദൃശ്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടീച്ചറുടെ നമ്പർ, ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഇൻസ്റ്റാ പേയിൽ നിന്നും ടീച്ചറുടെ റെഫറൻസ് നമ്പർ ഒഴിവാക്കണമെന്നായിരുന്നു. അങ്ങനെ വെറും 15,000 രൂപയാണ് ഇതിൽ ഈ ലോണിൽ നിന്നും ഈ മൊബൈൽ ആപ്പിൽ നിന്നും നിതിൻ എടുത്തതെന്ന് ഓർക്കണം. ഒരു കാരണവശാലും ആ ടീച്ചറുടെ റെഫറൻസ് നമ്പർ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടൊപ്പം വലിയ തോതിൽ ഭീഷണി ഈ ആപ്പ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മുഴക്കുന്നതാണ് മൂന്നാമത്തെ ദൃശ്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു സംഭവത്തിൽ ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ഈ മൊബൈൽ ആപ്പ് കമ്പനിക്കെതിരെ ചക്കരക്കല്ല് പോലീസ് സ്വമേധയാ കേസെടുത്തത്. അത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. പോലീസും നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. പക്ഷേ എന്താണ് അവിടെ ആ മുറിക്കകത്ത് പ്രിൻസിപ്പളും ലതാ ശശിധരനും അതോടൊപ്പം നിതിൻ രാജും മറ്റൊരു അധ്യാപികയും, ഇത്ര പേരാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. അവർ തമ്മിൽ നടന്ന മുഴുവൻ
സംഭാഷണങ്ങളിലും ഈ ഒരു സമ്മർദ്ദം നിതിന്റെ മുഖത്ത് കാണാം. നിതിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ മാനസികമായി തളർത്തിയ ഒരു സംഭവമായി ഇത് മാറുന്നുണ്ട്. അത് തീർച്ചയായും ആ ദൃശ്യങ്ങൾ അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ നിന്നും നിതിൻ പുറത്തേക്ക് കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നതും പിന്നീട് 10 മിനിറ്റിനകം തൊട്ട് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും നിതിൻ താഴേക്ക് ചാടുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും മരണം സംഭവിക്കുന്നു. ഇതാണ് ഈ പ്രധാനമായും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം. അതിൽ ഏറ്റവും നിർണായകമായ ദൃശ്യമാണ് ന്യൂസ് 18 ഇപ്പോൾ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത്. ഈ പുറത്തുവിടണം എന്ന് കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർക്ക് ഇതിൽ ഒരു വ്യക്തത വരണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ആ കുടുംബം ആവശ്യപ്പെട്ട ആ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ നിതിൻ രാജിന് ഏറ്റവും അവസാന നിമിഷത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമൊക്കെ നിതിൻ ഉണ്ടാകാം. അതിനെല്ലാം പുറമെ ഈ ഒരു സംഭവം കൂടി വന്നതോടുകൂടി നിതിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക സമ്മർദ്ദത്തിലായി. പ്രിൻസിപ്പൽ അല്ലാതെയുള്ള ആ പുരുഷ ടീച്ചർ അത് ഡോക്ടർ റാം തന്നെയല്ലേ? അല്ല എൽദോ, ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകൻ ഈ ചിത്രത്തിലില്ല. മാത്രമല്ല മാർച്ച് 10 ഏറ്റവും ഒടുവിലായി ഈ റാമുമായി നിതിൻ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ ദൃശ്യങ്ങളിൽ എവിടെയും റാം എന്ന് പറയുന്ന അധ്യാപകനില്ല. അത് തന്നെയാണ് റാം എന്ന് കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിലും പറയുന്നത്. താൻ അടുത്തായി ഒന്നും ഈ ഇത്തരത്തിൽ നിതിനുമായി ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ അത്തരം ആശയവിനിമയം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതൊരു മറ്റൊരു അധ്യാപകനാണ്. ആ കോളേജിൽ തന്നെ വേറൊരു അധ്യാപകനാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പ്രധാനമായും ലതാ ശശിധരൻ എന്ന് പറയുന്ന ഈ നിതിൻ രാജിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ്. ആ അധ്യാപിക വലിയ മാനസിക സമ്മർദ്ദത്തിലാവുന്നു. അതായത് ഇത് 10-ാം തീയതി നടന്ന സംഭവമാണ്. 10-ാം തീയതി രാവിലെയോട് നടക്കുന്ന സംഭവമാണ്. ഈ 9-ാം തീയതിയാണ് 98 കോളുകൾ ഇതേ ഇൻസ്റ്റാ ആപ്പിൽ നിന്നും നിതിൻ രാജിന് വരുന്നത്. ഒപ്പം 26 കോളുകളും ഭീഷണി സന്ദേശങ്ങളും അധ്യാപികയ്ക്കും വരുന്നു. അങ്ങനെയാണ് ഈ പരാതി പ്രിൻസിപ്പലിന് നൽകുന്നത്. ആ ദൃശ്യമാണിത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ആദ്യമായി ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ കുടുംബം ആവശ്യപ്പെട്ടതും ഈ ദൃശ്യം പുറത്തുവിടണം എന്ന് തന്നെയായിരുന്നു. എൽദോ, ശരി, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് KV ബൈജു പുറത്തുവിട്ടത്. ഈ ദൃശ്യങ്ങൾ അതിൽ കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട് എന്തൊക്കെയാണ് പ്രിൻസിപ്പലിന്റെ റൂമിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ. എന്നാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളതായിരുന്നു നിതിൻ രാജിന്റെ കുടുംബത്തിന്റെയും ആവശ്യം. KV ബൈജു ആണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകിയത്.